Good afternoon. ഇപ്പൊ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇന്നലെ നിങ്ങൾക്ക് ക്ലാസ് ഉണ്ടായിരുന്നില്ല. ആരെങ്കിലൊക്കെ ചാപ്റ്റർ വായിച്ചു നോക്കിയായിരുന്നോ? ഇപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെ അവധിയൊക്കെ കിട്ടുന്ന സമയത്ത് സാറ്റർഡേ സൺഡേ ഇരുന്നിട്ട് നിങ്ങൾ ഈ ചാപ്റ്ററുകളൊക്കെ ഒന്ന് റിവൈസ് ചെയ്യണം കേട്ടോ. സമയം കിട്ടുന്ന പോലെ നിങ്ങളൊന്ന് വായിച്ചു നോക്കുക. നമ്മൾ വായിച്ചേ നമുക്ക് ആ ഒരു എന്താ പറയാ ഇത്തിരി ടഫുള്ള ഒരു സെക്ഷൻ ഒക്കെയാണ്. എല്ലാവരും തേർഡ് ഫോർത്ത് മൊഡ്യൂളിലെ കുറച്ച് ചാപ്റ്ററുകളൊക്കെ ഇത്തിരി ലെങ്തി ആണ്. അതുപോലെ നിങ്ങൾക്ക് കുറച്ച് മനസ്സിലാവാൻ ഇത്തിരി ബുദ്ധിമുട്ടുണ്ടെന്ന് പറഞ്ഞല്ലോ. അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾ റിപ്പീറ്റ് ചെയ്ത് അത് വായിക്കുക. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ നിങ്ങൾ അത് വായിച്ച് നോക്കുക കേട്ടോ. ഓക്കെ, അതിനകത്ത് ഇമ്പോർട്ടൻറ്റ് സെക്ഷനൊക്കെ നമ്മൾ പറയുന്നതൊക്കെ പ്രത്യേകം നോട്ട് ചെയ്ത് പഠിക്കാം. ഇപ്പൊ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻ പേപ്പറിലൊക്കെ നമ്മൾ ആ ഒരു സെക്ഷനിൽ നിന്നൊക്കെയാണ് കൂടുതൽ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് ചോദിച്ചു കണ്ടേക്കുന്നത്. അപ്പൊ അതാണ് നമ്മൾ അതിൽ കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്ത് പഠിക്കാൻ പറയുന്നത്. എല്ലാം ഫുള്ള് ഒന്ന് വായിച്ചു നോക്കണം. എങ്കിൽ പോലും ആ ഒരു ഇപ്പൊ നോട്ട് ചെയ്തെടുക്കുന്ന സെക്ഷൻസ് നിങ്ങൾ മിസ് ചെയ്യാതെ തന്നെ ആ ഒരു ഏരിയകൾ എന്തായാലും കവർ ചെയ്ത് പഠിക്കണം. ഓക്കെ, അപ്പൊ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റ് ആണ് അവിടെ വരെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത് അല്ലെ. മെറ്റീരിയൽസ് മാനേജ്മെന്റ് ഡിപ്പാർട്ട്മെന്റിന്റെ ഹെഡ് എന്ന് പറയുന്നത് മെറ്റീരിയൽസ് മാനേജർ ആണ്. അതിന്റെ കീഴിൽ പർച്ചേസ് വരുന്നുണ്ട്, അസിസ്റ്റന്റ് മാനേജർ വരുന്നുണ്ട്, പർച്ചേസ് അസിസ്റ്റന്റ് വരുന്നുണ്ട് ഒരു സെക്ഷനിൽ. അപ്പുറത്ത് നമ്മള് മെറ്റീരിയൽസ് മാനേജറിന്റെ കീഴിൽ സ്റ്റോഴ്സ്, അസിസ്റ്റന്റ് മാനേജർ, സ്റ്റോർ കീപ്പർ. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറും ചോദിക്കുന്ന പോലെ ഇവിടെ നിന്ന് വേറെ ഒരു ഇതില്ല ചോദിക്കാനായിട്ട്. വിച്ച് ഓഫ് ദ ഫോളോയിങ് അല്ലെങ്കിൽ നമുക്ക് അവിടെ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓർഗാനോഗ്രാം ഈസ് കറക്റ്റ് റിലേറ്റിംഗ് ടു ഓർഗനൈസേഷൻ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് മാനേജ്മെന്റ്. അപ്പൊ അതിന്റെ ഓർഡർ തരാം. അപ്പൊ ആ ഓർഡർ ഒന്ന് നിങ്ങൾ പഠിച്ചു വെക്കുക. അത് അറേഞ്ച് ചെയ്യാനായിട്ട് ഒക്കെ ഓർഡർ പഠിച്ചു വെക്കുക. ഇനി നെക്സ്റ്റ് നമ്മൾ നോക്കുന്നത് പർച്ചേസിംഗ് ആണ്. നമ്മളും എന്തെങ്കിലുമൊക്കെ പർച്ചേസ് ചെയ്യാറുണ്ട് അല്ലെ. ഹോസ്പിറ്റലിൽ ആണെങ്കിലും മെറ്റീരിയൽസ് പർച്ചേസ് ചെയ്യുന്നത് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. എന്താണ് നമുക്ക് പർച്ചേസിംഗ് നോക്കാം. പർച്ചേസിംഗ് എന്ന് പറഞ്ഞ എന്താണ്? പർച്ചേസിംഗ് ഈസ് ദ അറേഞ്ച്ഡ് അക്വിസിഷൻ. അക്വിസിഷൻ എന്ന് പറഞ്ഞാൽ ഏറ്റെടുക്കുക, അക്വയർ ചെയ്യുക. Purchasing is the arranged acquisition of goods and services for the buying entity. Entity എന്ന് പറഞ്ഞ സ്ഥാപനം അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ. എന്താണ് പർച്ചേസിംഗ് എന്നത് പറയുന്നത് വാങ്ങുന്ന ഒരു സ്ഥാപനത്തിനായി ഗുഡ്സിന്റെയും സർവീസുകളുടെയും ഒരു അറേഞ്ച്ഡ് അക്വിസിഷൻ, ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. Purchasing is the arranged acquisition of goods and services for the buying entity. ഒരു സ്ഥാപനം ഒരു വാങ്ങുന്ന ഒരു സ്ഥാപനത്തിനായി ഗുഡ്സിന്റെയും സർവീസുകളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. Purchasing activities are required to make sure that required items are acquired in a timely manner and at a reasonable cost. ടൈംലി മാനർ എന്ന് പറഞ്ഞാൽ എന്താ? സമയബന്ധിതമായി. റീസണബിൾ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് എന്താ പറയാ നമ്മള് ന്യായമായ വിലയില് എന്താ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങള് സമയബന്ധിതമായും ന്യായമായ വിലയിലും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പുവാക്കാൻ പർച്ചേസിംഗ് പ്രവർത്തനങ്ങള് ആവശ്യമാണ്. പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ആർ റിക്വയർഡ്. എന്തിനാ? ടു മേക്ക് ഷുവർ ദാറ്റ് റിക്വയർഡ് ഐറ്റംസ് ആർ അക്വയർഡ് ഇൻ എ ടൈംലി മാനർ ആൻഡ് അറ്റ് എ റീസണബിൾ കോസ്റ്റ്. ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ സമയബന്ധിതമായും ന്യായമായ വിലയിലും ഏറ്റെടുക്കുന്നുണ്ട് എന്ന് ഉറപ്പാക്കാൻ പർച്ചേസിംഗ് ആക്ടിവിറ്റീസ് ആവശ്യമാണ്. Purchasing is done as per the needs or activity undertaken by the hospital. എങ്ങനെയാണ് പർച്ചേസിംഗ് നടത്തുന്നത്? ഒരു ഹോസ്പിറ്റലിന്റെ നീഡ്സ് അല്ലെങ്കിൽ അതിന്റെ പ്രവർത്തനങ്ങൾ അനുസരിച്ചിട്ടാണ് പർച്ചേസിംഗ് ചെയ്യുന്നത്. Purchasing done as per the needs or activities undertaken by the hospital. ഹോസ്പിറ്റലിന്റെ പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ നീഡ്സ് ആവശ്യങ്ങൾ അനുസരിച്ചാണ് പർച്ചേസിംഗ്. ഓക്കെ, അപ്പൊ അതെന്താന്നുള്ളത് പാരഗ്രാഫിൽ ജസ്റ്റ് ഒന്ന് നോക്കാം. ഇനി നമുക്ക് ഇത് ഇമ്പോർട്ടന്റ് ആണ്, അത് നോട്ട് ചെയ്തിട്ടോ. ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗ്. അതിനകത്ത് ഫസ്റ്റ് ലൈൻ ഒന്നും
ഒന്ന് നോട്ട് ചെയ്തേക്ക് കേട്ടോ. പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഈസ് ആൻ അറേഞ്ച്ഡ് അക്വിസിഷൻ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസസ് ഫോർ ദ ബൈയിങ് എൻറ്റിറ്റി. ഒരു സ്ഥാപനം ഏറ്റെടുക്കുന്നത് ഗുഡ്സിന്റെയും സർവീസുകളുടെയും ക്രമീകരിച്ച ഏറ്റെടുക്കലാണ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. ഇനി ഇവിടെ നിങ്ങൾ ഇത് നോക്കുക. ഒബ്ജക്റ്റീവ്സ് ഓഫ് പർച്ചേസിംഗില് ഇവിടെ നോക്കിയേ. ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ് ഫ്രം റൈറ്റ് വെൻഡർ. RIGHT ആണ് കേട്ടോ, അതൊന്ന് കറക്റ്റ് ചെയ്തേക്കാം. റൈറ്റ് വെൻഡർ ഓർ സോഴ്സസ് അറ്റ് ദ റൈറ്റ് ടൈം അറ്റ് എ റൈറ്റ് പ്ലേസ്. അതിനെയാണ് നമ്മൾ 6 hours ഓഫ് പർച്ചേസിംഗ്. അവിടെ 16 എന്നാണ് തന്നേക്കുന്നത്, അതൊന്ന് വെട്ടിയിട്ട് 6 എന്നാക്കാം. നമ്മള് 4 P's ഓഫ് മാർക്കറ്റിംഗ് പറഞ്ഞില്ലേ? 4 P's ഓഫ് മാർക്കറ്റിംഗ് ഏതൊക്കെയായിരുന്നു? മാർക്കറ്റിംഗിന്റെ 4 P's വരുന്നത് ഏതൊക്കെയാ? മെസ്സേജ് ചെയ്തിട്ടെ വേഗം, ഓർക്കണ്ടോ നോക്കട്ടെ. 4 P's ഓഫ് മാർക്കറ്റിംഗ് ഏതൊക്കെയാ? പ്രോഡക്റ്റ്, പ്രൈസ്, പിന്നെ പ്ലേസ്, പ്രൊമോഷൻ. ഓക്കെ, വെരി ഗുഡ്. സൂര്യ അവിടെ 4 ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പ്രൈസ്, പ്രൊഡക്റ്റ്, പ്ലേസ്, പ്രൊമോഷൻ. ഇതാണ് 4 P's ഓഫ് മാർക്കറ്റിംഗ് നമ്മൾ പഠിച്ചത്. അതുപോലെ നോക്കിയേ 6 hours ഓഫ് പർച്ചേസിംഗ്. അത് എല്ലാം അണ്ടർലൈൻ ചെയ്തിട്ട് എഴുതും. റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് പ്ലേസ്, റൈറ്റ് വെൻഡർ, റൈറ്റ് ടൈം, റൈറ്റ് പ്ലേസ്. ഇതിനെയാണ് 6 hours ഓഫ് പർച്ചേസിംഗ് എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ടേ. ഒരു സോഴ്സിൽ നിന്നോ, വെൻഡർ എന്ന് പറഞ്ഞ ആരാ? കച്ചവടക്കാരൻ. ഒരു വെൻഡറിൽ നിന്നോ അല്ലെങ്കിൽ ഒരു സോഴ്സിൽ നിന്നോ ശരിയായ സമയത്തും ശരിയായ സ്ഥലത്ത് ശരിയായ ഗുണനിലവാരത്തിലും റൈറ്റ് പ്ലേസ് എന്നാണ് കേട്ടോ. റൈറ്റ് റൈറ്റ് ഇവിടെ തന്നെ പ്രൈസ്. ഞാനിവിടെ തിരുത്താൻ പറഞ്ഞത് റൈറ്റ് വെൻഡർ എന്നാക്കാം. RIGHT NIGHT എന്ന് അവിടെ തന്നേക്കുന്നേ, അവിടെ 6 എന്നാക്കാൻ. RIGHT റൈറ്റ് വെൻഡർ. ഓക്കെ, അപ്പൊ ശരിയായ സമയത്തും ശരിയായ സ്ഥലത്ത് ശരിയായ ഗുണനിലവാരത്തില് ശരിയായ അളവിലും ശരിയായ വിലയിലും ഒക്കെ നമ്മള് എന്താ പറയാ സാധനങ്ങള് നമ്മള് പർച്ചേസ് ചെയ്യണം. അപ്പൊ അത് നമ്മൾ ഇങ്ങനെ ഇത് കിട്ടുക എന്നുള്ളതാണ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു എന്താ പറയാ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത്. ടു ഗെറ്റ് ദ റൈറ്റ് ക്വാളിറ്റി, ഇത് നേടുക വേണ്ടിയിട്ട്. അതിനകത്ത് നമ്മൾ പഠിക്കേണ്ടത് 6 hours ഓഫ് പർച്ചേസിംഗ് ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കുക. എന്നിട്ട് ഏതെങ്കിലും മാറ്റി തരാം. റൈറ്റ് ക്വാളിറ്റി, അപ്പൊ അതിനകത്ത് ഇങ്ങനെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് ഇൻക്ലൂഡഡ് ഇൻ 6 hours ഓഫ് പർച്ചേസിംഗ്. അതിനകത്ത് ഇപ്പൊ റൈറ്റ് ക്വാളിറ്റി, റൈറ്റ് ക്വാണ്ടിറ്റി, റൈറ്റ് ടൈം, അവിടെ വേറെ ഏതെങ്കിലും നമുക്ക് തരാൻ വേണമെങ്കിൽ അപ്പൊ അതിനകത്ത് 6 എണ്ണത്തിന്റെ അത് ഏതൊക്കെയാണെന്നുള്ളത് പഠിച്ചു വെക്കാം. ഇനി നോക്കാം. അതർ ഒബ്ജക്റ്റീവ്സ് ഇൻക്ലൂഡ് കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. അപ്പൊ മറ്റുള്ളൊരു ഒബ്ജക്റ്റീവ്സിൽ വരുന്നേതാ? കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ, മെറ്റീരിയലുകളുടെ നിരന്തരമായ ഒഴുക്ക് നിലനിർത്തുന്നതും ഉയർന്ന ഉൽപാദനക്ഷമത നൽകുകയും ചെയ്യുന്നതാണ് മറ്റ് ലക്ഷ്യങ്ങൾ എന്ന് പറഞ്ഞു. അപ്പൊ അതർ ഒബ്ജക്റ്റീവ്സിൽ വരുന്നേതാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ മറ്റുള്ള ഒബ്ജക്റ്റീവ്സിൽ വരുന്ന ഏതൊക്കെയാ? ടു കീപ്പിംഗ് ദ കോൺസ്റ്റന്റ് ഫ്ലോ ഓഫ് മെറ്റീരിയൽ ആൻഡ് ടു ഗ്യാരണ്ടി ഹയർ പ്രൊഡക്ടിവിറ്റി. ഹയർ പ്രൊഡക്ടിവിറ്റി ഗ്യാരണ്ടി ചെയ്യുക, ഉറപ്പ് നൽകുക. അതുപോലെ തന്നെ മെറ്റീരിയൽസിന്റെ കോൺസ്റ്റന്റ് ഫ്ലോ ഇത് കീപ്പ് ചെയ്യുക. ഇത് രണ്ടും മറ്റുള്ള ഒബ്ജക്റ്റീവ്സിലും വരുന്നതാണ്. ഓക്കെ, അവിടെ ഒന്നും വേറെ നോക്കണ്ട. ഇനി നോക്കിയ നെക്സ്റ്റ്. വെൻഡർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ് റിലേയിങ് ഓൺ ദ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. വെൻഡർ ഇവാലുവേഷൻ പെർഫോം ചെയ്യുന്ന എന്തിനെ ഡിപ്പെൻഡ് ചെയ്ത? റിലേയിങ് ഓൺ ഓർ ഡിപ്പെൻഡിങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ്, ഡെലിവറി റേറ്റിംഗ്. ക്വാളിറ്റി റേറ്റിംഗിനെയും ഡെലിവറി റേറ്റിംഗിനെയും അനുസരിച്ചാണ് വെൻഡർ മൂല്യനിർണ്ണയം നടത്തുന്നത്. വെൻഡർ ഇവാലുവേഷൻ പെർഫോം ചെയ്യുന്നത് എന്തിനെ ബേസ് ചെയ്തിട്ടാണ്? വെൻഡർ ഇവാലുവേഷൻ ഈസ് പെർഫോംഡ് റിലേയിങ് ഓൺ ക്വാളിറ്റി റേറ്റിംഗ് ആൻഡ് ഡെലിവറി റേറ്റിംഗ്. വെൻഡർ ഹാസ് ടു ബി
ട്രസ്റ്റ് വർത്തി. ട്രസ്റ്റ് വർത്തി എന്ന് വെച്ചാൽ എന്താ? വിശ്വസ്തനായിരിക്കണം. ഒരു വെണ്ടർ എങ്ങനെയായിരിക്കണം? വിശ്വസ്തനായിരിക്കണം. ട്രസ്റ്റ് വർത്തി. Hospital will have an approved list of vendors. ഹോസ്പിറ്റലില് ഒരു ലിസ്റ്റ് വെൻഡേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ടായിരിക്കും, അപ്രൂവ്ഡ് ലിസ്റ്റ് ഉണ്ടായിരിക്കും. Hospital will have an approved list of vendors. Purchase is a business function since we convert resource into service and is then issued. Purchasing എന്ന് പറഞ്ഞാൽ എന്താണ്? Purchasing is a business function. ബിസിനസ് പ്രവർത്തനമാണ്. Since we convert resource into service and is then issued. ഞങ്ങൾ റിസോഴ്സിനെ സേവനങ്ങളാക്കി മാറ്റുകയും തുടർന്ന് നൽകുകയും ചെയ്യുന്നതിനാൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു ബിസിനസ് ഫംഗ്ഷൻ ആണ്. Purchasing is a business function. Then purchasing is a spending function and it coordinates with the finance department in event of bulk purchase. Bulk purchase എന്ന് വെച്ചാൽ എന്താ? ബൾക്കായിട്ട് ഒരു വലിയൊരു ഗ്രൂപ്പ് സാധനങ്ങൾ പർച്ചേസ് ചെയ്യുകയാണെങ്കിൽ, മൊത്തത്തില് ബൾക്ക് പർച്ചേസ് നടത്തുകയാണെങ്കിൽ അതിനകത്ത് ഒരു പർച്ചേസിംഗ് എന്ന് പറഞ്ഞത് എന്താണ്? ഒരു സ്പെൻഡിങ് ഫംഗ്ഷൻ ആണ്. Is a spending function. It coordinates with the finance department in event of bulk purchase. Bulk purchase കളുടെ കാര്യത്തില് ഇത് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റ്, ധനകാര്യ വകുപ്പ് ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ബൾക്ക് പർച്ചേസിംഗ് നടത്തുന്നത്. അപ്പൊ ഈ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആരുമായിട്ട് കോർഡിനേറ്റ് ചെയ്യും? ഫിനാൻസ് ഡിപ്പാർട്ട്മെന്റുമായിട്ട് കോർഡിനേറ്റ് ചെയ്തിട്ടാണ് ബൾക്ക് പർച്ചേസ് ചെയ്യുന്നത്. Purchasing is a vigorous management activity. Vigorous എന്ന് വെച്ചാൽ പർച്ചേസിംഗ് എന്ന് പറയുന്നത് ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ്, ഒരു മാനേജ്മെന്റ് ആണ്. Vigorous management ഒരു ഊർജ്ജസ്വലമായ പ്രവർത്തനമാണ്, മാനേജ്മെന്റ് ആണ്, മാനേജ്മെന്റ് ആക്ടിവിറ്റി ആണ്. As we require proper planning of material. എന്ത് വേണം? നമുക്ക് വേണം പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ. പ്രൈസ് ഫോർകാസ്റ്റിംഗ്. പ്രൈസ് നമ്മൾ മുൻകൂട്ടി കാണണം. പ്രവചനം, ഫോർകാസ്റ്റിംഗ്. പ്രൈസ് മുൻകൂട്ടി നമ്മൾ ഇത്ര ഇത് ഏകദേശം നമ്മൾ അതിന് മുൻകൂട്ടി കാണണം. മെറ്റീരിയൽ പ്ലാൻ ചെയ്യണം. പിന്നെ അതുപോലെ തന്നെ പ്രൈസ് ഫോർകാസ്റ്റ് ചെയ്യണം. ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്. ഓർഗനൈസ് ചെയ്യണം. കോർഡിനേഷൻ, എല്ലാത്തിനെ കോർഡിനേറ്റ് ചെയ്യണം. ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് കഴിവുള്ള ഒരു ഭരണകൂടം. ടൈംലി ഡിസിഷൻ, സമയോചിതമായ തീരുമാനം. ഇതെല്ലാം ഏതിനകത്ത് വരുന്നതാണ്? പർച്ചേസിംഗ് ആക്ടിവിറ്റീസിൽ വരുന്നതാണ്. പർച്ചേസിംഗ് ഈസ് എ വിഗ്രസ് മാനേജ്മെന്റ് ആക്ടിവിറ്റി ആസ് വി റിക്വയർ. അപ്പൊ എന്തൊക്കെ വേണം? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട്. പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസിംഗ്, കോർഡിനേഷൻ, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈംലി ഡിസിഷൻ, സമയോചിതമായ തീരുമാനം. ഇതെല്ലാം നമ്മൾ എന്തിനു വേണം? പർച്ചേസിംഗില് നമുക്ക് ആവശ്യമായിട്ടുള്ള കാര്യങ്ങളാണ്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. ഇനി അടുത്തത് വരുന്ന purchasing of hospital vary according to the size and the activity of the hospital. Also underline the sentence. Purchasing of hospital vary. ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് വ്യത്യാസപ്പെടും. എന്തിനനുസരിച്ചാ? To the size and the activities of the hospital. ഹോസ്പിറ്റലിന്റെ സൈസ് അനുസരിച്ച്, ഹോസ്പിറ്റലിലെ പ്രവർത്തനങ്ങൾ അനുസരിച്ച് ഒക്കെ ഹോസ്പിറ്റലിലെ പർച്ചേസിംഗ് വ്യത്യാസപ്പെടാം. Purchasing of hospital vary according to the dash of the hospital. എന്തനുസരിച്ചാ? സൈസ് ആൻഡ് ആക്ടിവിറ്റീസ് ഓഫ് ദ ഹോസ്പിറ്റൽ. അണ്ടർലൈൻ ചെയ്തിട്ടാട്ടോ ആ സെന്റൻസ്. Purchasing of hospital vary according to the size and activities of hospital. ഇനി ഇത് ഇമ്പോർട്ടന്റ് ആണ്. 3 type of purchase in hospital. നോട്ട് ചെയ്തെടുത്തോ, ഇമ്പോർട്ടന്റ് ആണ്. 3 type of purchase ഏതൊക്കെയാണ്? ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, then ഇമ്പോർട്ട് പർച്ചേസ്. ഇത് മൂന്നും 3 type of purchaseൽ വരുന്നതാണ്. ഏതൊക്കെയാ? ലോക്കൽ പർച്ചേസ്, പർച്ചേസ് ഫ്രം സപ്ലയർ, ഇമ്പോർട്ട് പർച്ചേസ്. ലോക്കൽ പർച്ചേസ് എന്ന് പറഞ്ഞാൽ എന്താ? ലോക്കൽ, നമ്മൾ ലോക്കലുള്ള സാധനങ്ങള് പർച്ചേസ് ചെയ്യാനാണ് അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്. ലോക്കൽ പർച്ചേസിംഗ് ഈസ് എ പ്രിഫറൻസ് to buy goods and services which are locally produced rather than those produced in ചെയ്യണോ? ക്ലിയർ അല്ലേ? നോക്കിയാ ഷെയർ ചെയ്തേക്കുന്നത്.
ത്രീ ടൈപ്പ് ഓഫ് പർച്ചേസ് ഇൻ ഹോസ്പിറ്റൽ എന്നുള്ളത്? നേരത്തെ പറഞ്ഞതെന്ന് പറഞ്ഞാൽ പർച്ചേസിംഗ് ഓഫ് ഹോസ്പിറ്റൽ ലാസ്റ്റ് സെന്റൻസ് ഇല്ലേ, അതൊന്ന് അണ്ടർലൈൻ ചെയ്യാൻ ഞാൻ പറഞ്ഞായിരുന്നു. പിന്നെ പറഞ്ഞത് പർച്ചേസിംഗ് ആക്ടിവിറ്റീസിൽ എന്തൊക്കെ വേണ്ടേ? പ്രോപ്പർ പ്ലാനിങ് ഓഫ് മെറ്റീരിയൽ വേണം, പ്രൈസ് ഫോർകാസ്റ്റിംഗ്, ഡിമാൻഡ് ഫോർകാസ്റ്റിംഗ്, ഓർഗനൈസിംഗ്, കോർഡിനേഷൻ, ഏബിൾ അഡ്മിനിസ്ട്രേഷൻ ആൻഡ് ടൈംലി ഡിസിഷൻ. ഇത്രയും കാര്യങ്ങൾ, സംയോജിതമായ തീരുമാനം, ഇതെല്ലാം പർച്ചേസിംഗിൽ നമുക്ക് ആവശ്യമായിട്ടുള്ള ഘടകങ്ങളാണ്. ഓക്കെ, ആ രണ്ട് സെന്റൻസ് മാത്രം നോട്ട് ചെയ്തെടുക്കാം. ഇനി ഇവിടെ നോക്കാം, ത്രീ ടൈപ്പ് ഓഫ് പർച്ചേസ്. നമ്മൾ പറഞ്ഞത് ഫസ്റ്റ് ലോക്കൽ പർച്ചേസ് ആണ്. അപ്പൊ നമ്മൾ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനങ്ങൾ പർച്ചേസ് ചെയ്യാനാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഏതിനേക്കാളും റാദർ ദാൻ ദോസ് പ്രൊഡ്യൂസ്ഡ് ഇൻ ഡിസ്റ്റന്റ് പ്ലേസസ്. വിദൂര സ്ഥലങ്ങളിൽ അല്ലെങ്കിൽ ദൂര സ്ഥലങ്ങളിൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഉൽപ്പന്നങ്ങൾ പർച്ചേസ് ചെയ്യുന്നതിനേക്കാളും നമ്മുടെ ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസുകളും ഒക്കെ പർച്ചേസ് ചെയ്യാനാണ് അവിടെ പ്രിഫറൻസ് കൊടുക്കുന്നത്. ക്ലിയർ അല്ലേ? ഓക്കെ, ഇതാണ് ലോക്കൽ. പേരിൽ നിന്ന് എല്ലാം അറിയാം, ലോക്കലി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സും സർവീസും പർച്ചേസ് ചെയ്യാനാണ് നമ്മൾ പ്രിഫറൻസ് കൊടുക്കുന്നത്. ഏതിനേക്കാളും ഡിസ്റ്റന്റ് പ്ലേസസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതിനേക്കാളും. ഇനി രണ്ടാമത്തെ എന്ന് പറഞ്ഞാൽ പർച്ചേസ് ഫ്രം സപ്ലയർ. സപ്ലയറിൽ നിന്നുള്ള പർച്ചേസ്, വിതരണക്കാരിൽ നിന്നുള്ള പർച്ചേസ്. അതെങ്ങനെയാ? when the purchase order is required by your supplier. when the purchase order is required by your supplier. നമ്മൾ ഒരു പർച്ചേസ് ഓർഡർ നമ്മൾ സപ്ലയറിന് സമർപ്പിക്കുമ്പോൾ പർച്ചേസ് ഓർഡർ നമ്മൾ അവിടെ കൊടുക്കണം അല്ലെ? നിങ്ങൾ സപ്ലയറിന് പർച്ചേസ് ഓർഡർ എന്താണ് നമ്മൾ കൊടുക്കണം. നമ്മൾ ആവശ്യമുള്ളപ്പോൾ പർച്ചേസ് ഓർഡർ നമുക്ക് ആവശ്യമുള്ളപ്പോൾ ഇറ്റ് ഫോംസ് എ വാലിഡ് എഗ്രിമെന്റ് ബിറ്റ്വീൻ യു എന്ന് പറഞ്ഞാൽ ആരാത്ത കസ്റ്റമറും ആൻഡ് യുവർ സപ്ലയറും. കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. അതിനകത്ത് ടു ഡിസ്ട്രിബ്യൂട്ട് പ്രൊഡക്റ്റ് ഓർ പ്രൊവൈഡ് എ സർവീസ്. അവരുടെ പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ ടൈം, അത് പ്രൈസ്, എഗ്രി ചെയ്തിരിക്കുന്ന പ്രൈസ് എന്നിവയായിട്ടൊക്കെ ബന്ധപ്പെട്ട് ഒരു വാലിഡ് എഗ്രിമെന്റ് ഈ കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഉണ്ടായിരിക്കണം. ഇതാണ് പറഞ്ഞത്, ഒരു എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. സപ്ലയറും കൺസ്യൂമറും തമ്മില് ഒരു വാലിഡ് എഗ്രിമെന്റ് ഉണ്ടായിരിക്കണം. എന്തുമായിട്ട് ബന്ധപ്പെട്ട അവിടെ പ്രൊഡക്റ്റ്, നമുക്ക് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന പ്രൊഡക്റ്റ് അല്ലെങ്കിൽ പ്രൊവൈഡ് ചെയ്യുന്ന സർവീസ്, ആ ടൈം, അതിന്റെ പ്രൈസ് എന്നിവയായിട്ട് ബന്ധപ്പെട്ടുള്ള ഒരു എഗ്രിമെന്റ് കസ്റ്റമറും സപ്ലയറും തമ്മിൽ ഉണ്ടായിരിക്കണം. when you accept the invoice from your supplier. ഇൻവോയ്സ് എന്ന് പറഞ്ഞ ബില്ലാണ്. നമ്മൾ ആ സപ്ലയറിൽ നിന്നും ബില്ല് നമ്മൾ വാങ്ങിക്കഴിഞ്ഞതിന് ശേഷം ബില്ല് നമുക്ക് തരുമ്പോഴാണ് നമ്മൾ ആ ഓർഡറിന്റെ കൂടെ പോകുന്നതും എന്നിട്ട് നമ്മൾ അത് അക്കൗണ്ടിലേക്ക് പോസ്റ്റ് ചെയ്യുന്നതും. ആൻഡ് പോസ്റ്റ് ഇറ്റ് ടു യുവർ അക്കൗണ്ട് അല്ലെ? നമ്മൾ അങ്ങനെയുള്ള ഒരു സാധനം നമ്മൾ വാങ്ങുന്നു, അതിന് നമുക്ക് ബില്ല് നമുക്ക് റിസീവ് ചെയ്യുമ്പോഴാണ്, സപ്ലയറിൽ നിന്ന് അത് സപ്ലൈ ചെയ്യുന്ന ആളുകളിൽ നിന്ന് ബില്ല് നമുക്ക് കിട്ടിക്കഴിയുമ്പോഴാണ് നമ്മൾ ഓർഡറിൽ ഫോളോ ചെയ്യുന്നതും നമ്മൾ ക്യാഷ് അവിടെ കൊടുക്കുന്നതും. ബില്ല് കിട്ടാതെ നമ്മൾ പേയ്മെന്റ് നടത്താറില്ലല്ലോ. നമുക്ക് ആ ബില്ല് കിട്ടുമ്പോഴാണ് നമ്മൾ അതിനനുസരിച്ചുള്ള നമ്മൾ ആ ഓർഡറിനെ ഫോളോ ചെയ്യുന്നു, അതുപോലെ പേയ്മെന്റ് കൊടുക്കുകയും ചെയ്യുന്നു. അതാണ് പർച്ചേസ് ഫ്രം സപ്ലയർ എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഇമ്പോർട്ട് പർച്ചേസ് ആണ്. ഇമ്പോർട്ട് ട്രേഡ് മീൻസ് ദ പർച്ചേസ് ഓഫ് ഗുഡ്സ് ഫ്രം എ ഫോറിൻ കൺട്രീസ്. എവിടെ നിന്നാണ്? ഫോറിൻ കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അതിനാണ് ഇമ്പോർട്ടഡ് ട്രേഡ് എന്ന് പറയുന്നത്. ഇമ്പോർട്ട് പർച്ചേസ്. Import trade means the purchase of goods from a foreign country. ഫോറിൻ കൺട്രീസിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ഹോസ്പിറ്റലില് പ്രധാനമായിട്ടും 3 തരത്തിലുള്ള പർച്ചേസ് ആണ് നടക്കുന്നത്. ലോക്കൽ പർച്ചേസ് നടത്തുന്നുണ്ട്, സപ്ലയറിൽ നിന്നും പർച്ചേസ് ചെയ്യുന്നുണ്ട്, പിന്നെ അടുത്ത ഫോറിൻ കൺട്രീസിൽ നിന്നും എന്ത് ചെയ്യുന്നുണ്ട്? പർച്ചേസ് ചെയ്യുന്നുണ്ട്. അത് 3 ക്ലിയർ ആയോ? 3 ടൈപ്പ് ഓഫ് പർച്ചേസ്. ഓക്കെ, ഇനി ഇവിടെ നിങ്ങൾ ഇതിനകത്ത് അപ്പൊ ഈ 3 ഇതും 3 ഒന്ന് നോട്ട് ചെയ്യണം കേട്ടോ. In purchasing, the starting point is the recognition of the needs for a material on a product. Underline ചെയ്തിട്ടോ സെന്റൻസ്. ഈ പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്
എന്താണ് the purchasing, the starting point is the dash. എന്താണ് അവിടെ recognition of the needs of for the material on a product. ഒരു ഉൽപ്പന്നത്തിലെ പ്രൊഡക്റ്റിലെ മെറ്റീരിയൽസിന്റെ നീഡ്സ്, മെറ്റീരിയൽസിന്റെ ആവശ്യകത എന്താണെന്ന് തിരിച്ചറിയുക. അതാണ് പർച്ചേസിംഗിന്റെ സ്റ്റാർട്ടിംഗ് പോയിന്റ് എന്ന് പറയുന്നത്. The starting point is the recognition of the need for a material or a product. ഒരു ഉൽപ്പന്നത്തിലെ മെറ്റീരിയലിന്റെ നീഡ്സ് എന്താണെന്ന് തിരിച്ചറിയുക. Then next sentence ആണ് അവിടെ ഫുൾ സ്റ്റോപ്പ് ഇല്ല. വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജ്. ഇനി നമ്മൾ വെൻഡറിനെ സെലക്ട് ചെയ്യുമ്പോൾ, ആ കച്ചവടക്കാരനെ സെലക്ട് ചെയ്യുമ്പോൾ 4 സ്റ്റേജ് ഉണ്ട്. അതിന്റെ പേരുകൾ മാത്രം ഒന്ന് നോട്ട് ചെയ്യുക കേട്ടോ. വെൻഡർ ഓർ സോഴ്സ് സെലക്ഷൻ ഹാസ് 4 സ്റ്റേജ്. ഏതാ? സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. പേരുകൾ നോക്കി ഒന്നുകൂടി. ഏതൊക്കെയാണ് 4 സ്റ്റേജ്? സർവേ സ്റ്റേജ്, എൻക്വയറി സ്റ്റേജ്, നെഗോഷിയേഷൻ സ്റ്റേജ്, എക്സ്പീരിയൻസ് സ്റ്റേജ്. അപ്പൊ നമ്മളൊരു വെൻഡറിനെ സെലക്ട് ചെയ്യുന്നതിനുള്ള 4 സ്റ്റേജസ് സർവേയിലൂടെ നടത്താം. സർവേ സ്റ്റേജ്, എൻക്വയറി നടത്താം, എൻക്വയറി സ്റ്റേജ് ഉണ്ട്. ദെൻ നെഗോഷിയേഷൻ സ്റ്റേജ്. എന്താ നെഗോഷിയേഷൻ എന്ന് പറഞ്ഞാൽ മലയാളത്തില് ചർച്ചകള്. അറിയില്ലാത്തവര് അതിന്റെ മീനിങ് ഒന്ന് എഴുതി വെക്കുക കേട്ടോ. ചർച്ചകൾ, അതാണ് നെഗോഷിയേഷൻ. ഇൻ ടേംസ് ഓഫ് ക്വാളിറ്റി, ക്വാണ്ടിറ്റി, ലീഡ് ടൈം എക്സെട്ര എന്നിവയുടെ കാര്യത്തില് നെഗോഷിയേഷൻ ചർച്ചകളിലൂടെ നെഗോഷിയേഷൻ സ്റ്റേജ്. ദെൻ അവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, ലീഡ് ടൈം. എന്താ ലീഡ് ടൈം? ദ ടൈം ബിറ്റ്വീൻ ഓർഡറിംഗ് ദ മെറ്റീരിയൽ. അതൊന്ന് കറക്റ്റ് ചെയ്തേ. ഓർഡറിംഗ് ദ മെറ്റീരിയൽ ഒന്ന് വെട്ടിയിട്ട് അതിന്റെ മുകളിൽ മെറ്റീരിയൽ എന്നാക്കാം കേട്ടോ. The time between ordering the material and get it to the department. ഒരു മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്ന മുതൽ അത് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നതിന് വരെയുള്ള ആ ടൈം, അതിന്റെ ഇടയിലുള്ള ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. അതുകൂടി ലീഡ് ടൈം. അല്ലെങ്കിൽ ഇങ്ങനെ ചോദിക്കാം, the time between ordering the material and getting it to the department is called a dash. എന്താണ്? ലീഡ് ടൈം. ഓക്കെ. ഓർഡർ ചെയ്യുന്നത് മുതൽ, മെറ്റീരിയൽ ഓർഡർ ചെയ്യുന്നത് മുതൽ അത് ഡിപ്പാർട്ട്മെന്റിൽ എത്തുന്നത് വരെ അതിന്റെ ഇടയിൽ എടുക്കുന്ന ആ ടൈമിനെയാണ് ലീഡ് ടൈം എന്ന് പറയുന്നത്. ഓക്കെ, ലീഡ് ടൈം. ദെൻ ലാസ്റ്റ് 4ാമത്തെ സ്റ്റേജ് എക്സ്പീരിയൻസ് സ്റ്റേജ് ആണ്. ആ പേരുകൾ മാത്രം ഒന്ന് നോക്കി വെക്കുക കേട്ടോ. ആ 4 സ്റ്റേജസ് ഏതൊക്കെയാണ്? ഇനി നോക്കാം. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫുൾ ഹാവ് ഡ്യൂട്ടി. അതൊന്ന് കറക്റ്റ് ചെയ്തേ. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് ഡ്യൂട്ടി. അത് കറക്റ്റ് അല്ല, അത് കൊടുത്തേക്കുന്നത്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഹാവ് എ ഡ്യൂട്ടി ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി. ജുഡീഷ്യസ്ലി എന്ന് വെച്ചാൽ വിവേകപൂർവമായി. ദെൻ ഒബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമായി. അറിയില്ലാത്തവർ അതിന്റെ മീനിങ് ഒന്ന് നോട്ട് ചെയ്തോ കേട്ടോ. ഒബ്ജക്റ്റീവ്ലി, വസ്തുനിഷ്ഠമായി. Then honesty, സത്യസന്ധമായി. Then effectively, ഫലപ്രദമായി. അപ്പൊ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഒരു ഡ്യൂട്ടി എന്താ? ഹാവ് എ ഡ്യൂട്ടി ടു സ്പെൻഡ് മണി. മണി എങ്ങനെ സ്പെൻഡ് ചെയ്യണം? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഇഷ്ടമുള്ള തോന്നിയ രീതിയിൽ മതിയോ? സ്പെൻഡ് ചെയ്താൽ മതിയോ? എങ്ങനെയാ അവിടെ അവര് മണി സ്പെൻഡ് ചെയ്യണ്ടേ? ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റി ആൻഡ് എഫക്റ്റീവ്ലി. അത് മണി, പൈസ വിവേകത്തോടും വസ്തുനിഷ്ഠമായും സത്യസന്ധമായും ഫലപ്രദമായും ചെലവഴിക്കാൻ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന് ഒരു ഡ്യൂട്ടി, ഒരു കടമയുണ്ട്. അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ട് ആ ഒരു സെന്റൻസ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ഈസ് ഫുൾ ഹാവ് ഡ്യൂട്ടി എന്നാക്കട്ടോ. ഹാവ് എ ഡ്യൂട്ടി ടു സ്പെൻഡ് മണി ജുഡീഷ്യസ്ലി, ഒബ്ജക്റ്റീവ്ലി, ഹോണസ്റ്റി ആൻഡ് ഇഫക്റ്റീവ്ലി. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിന്റെ ഡ്യൂട്ടിയാണ്. നെക്സ്റ്റ് തരുന്ന നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഇമ്പോർട്ടന്റ് ആണ്. കഴിഞ്ഞ നിങ്ങളുടെ തൊട്ട് മുന്നുള്ള പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഡാഷ് ഈസ് എ ടു-വേ കമ്മ്യൂണിക്കേഷൻ ബിറ്റ്വീൻ ബയർ ആൻഡ് സെല്ലർ. ഏതാണ്? നെഗോഷിയേഷൻ.
Negotiation is a two-way communication between buyer and seller. ബയ്യറും സെല്ലറും തമ്മിലുള്ള two-way communication പറയുന്ന പേര് ഏതാണ്? Negotiation. അത് എന്തിനു വേണ്ടി? ഒരു കരാറിലെത്താൻ വേണ്ടി ലക്ഷ്യമിട്ടുള്ള ചർച്ചകൾ, അതാണ് നെഗോഷിയേഷൻ എന്ന് പറയുന്നത്. ഡിസ്കഷൻ aimed at reaching on agreement. ഒരു എഗ്രിമെന്റിൽ എത്താൻ വേണ്ടി ഒരു എഗ്രിമെന്റിൽ എത്താൻ ലക്ഷ്യമാക്കിയുള്ള ഒരു ഡിസ്കഷൻ ആണ് നെഗോഷിയേഷൻ. ഇറ്റ്സ് എ two-way communication between buyer and seller. ബയ്യറും സെല്ലറും തമ്മിലുള്ള two-way communication, negotiation. This second അതിന്റെ പാരഗ്രാഫ് നോക്കിയേ. Negotiation is defined as a discussion on a business transaction leading to finalization of purchase and a sales contract of goods and services. എന്താ പറഞ്ഞേക്കുന്നതെന്ന് വെച്ചിട്ട് നെഗോഷിയേഷൻ ചരക്കുകളുടെയും സേവനങ്ങളുടെയും ക്രയവിക്രയ കരാറുകള് അന്തിമമാക്കാൻ, ഫൈനലൈസേഷന് വേണ്ടിയിട്ട് അന്തിമമാക്കുന്നതിലേക്ക് നയിക്കുന്ന ഒരു ബിസിനസ് ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ, ചർച്ചയായി നമുക്ക് നെഗോഷിയേഷനെ കാണാം. Is defined as a discussion. Negotiation is defined as a discussion ആണ് on a business transaction. ഇത് ബിസിനസ് ഇടപാടിനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആണ്. എന്തിനു വേണ്ടിയിട്ട്? ലീഡിങ് ടു ഫൈനലൈസേഷൻ ഓഫ് പർച്ചേസ്. അതിന്റെ ഫൈനലൈസേഷന് വേണ്ടിയിട്ട് ബിസിനസ് ട്രാൻസാക്ഷനെ കുറിച്ചുള്ള ഒരു ഡിസ്കഷൻ ആണ് നെഗോഷിയേഷൻ. Then negotiation depends on human behavior. Underline ചെയ്തിട്ടോ, ആ പാരഗ്രാഫ് മുഴുവൻ അണ്ടർലൈൻ ചെയ്യണം കേട്ടോ. അപ്പൊ ഇവിടെ ഇതുപോലെ ചോദിക്കാം. Dash is a discussion on business transaction leading to finalization of purchase and sales contract of goods and services. അതിന് എന്താ പറയുന്നത്? നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ ഡിപ്പെൻഡ് ഓൺ, എന്തിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നു? ഹ്യൂമൻ ബിഹേവിയർ. ഹ്യൂമൻ ബിഹേവിയറിനെ ഡിപ്പെൻഡ് ചെയ്തിരിക്കും നെഗോഷിയേഷൻ. ഓക്കെ, ഇനി അടുത്തതും ഇമ്പോർട്ടന്റ് ആണ്. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഗുഡ് നെഗോഷിയേറ്റർ ഓർ നെഗോഷിയേറ്റിംഗ് ടീം. ഇമ്പോർട്ടന്റ് ആണ്. എല്ലാ പോയിന്റ്സും കുഞ്ഞു കുഞ്ഞു പോയിന്റ് ആയിട്ട് തന്നേക്കുന്ന, അതുകൊണ്ട് എളുപ്പമുണ്ട്, നോക്കാട്ടോ. ഓക്കെ, ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് എ ഗുഡ് നെഗോഷിയേറ്റർ. നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞ ഏതാ? എ പേഴ്സൺ who conduct negotiation. നെഗോഷിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന ഒരു പേഴ്സൺ, ആ വ്യക്തിയിലെയാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. എന്റെ മോളിൽ ഒന്ന് എഴുതി വെച്ചേ. പേഴ്സൺ who conduct, CONDUCT, person who conduct negotiation. നെഗോഷിയേഷൻ കണ്ടക്ട് ചെയ്യുന്ന പേഴ്സൺ, ആളാണ് നെഗോഷിയേറ്റർ. ഓക്കെ, നെഗോഷിയേറ്റർ. ഓക്കെ, ഇനി ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന് അല്ലെങ്കിൽ നെഗോഷിയേറ്റിംഗ് ടീമിന് ഹു കണ്ടക്ട് ചെയ്യുക, CONDUCT, പേഴ്സൺ ഹു കണ്ടക്ട് നെഗോഷിയേഷൻ. ചർച്ചകൾ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ എന്തൊക്കെ വേണം ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന്? വേണ്ട ക്യാരക്ടറിസ്റ്റിക്സ് എന്തൊക്കെയാണ് നോക്കിയേ. ഫസ്റ്റ് പോയിന്റ്, മസ്റ്റ് ഹാവ് എ ഗുഡ് നോളേജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ഒരു പർട്ടിക്കുലർ മെറ്റീരിയലിനെ കുറിച്ചുള്ള ഒരു നല്ല നോളജ് വേണം. മെറ്റീരിയലിനെ കുറിച്ച് ഒരു അറിവും ഇല്ലാത്ത ആള് ചർച്ച സംഘടിപ്പിക്കാനായിട്ട് ചെന്നാ പറ്റുമോ? നമ്മളൊരു ചർച്ച സംഘടിപ്പിക്കണമെങ്കിൽ അതിൽ അല്ലെങ്കിൽ ഇൻക്ലൂഡ് ചെയ്യുന്ന ആളുകൾ എന്ത് വേണം? ആ ഒരു എന്തിനെ കുറിച്ചാണ്, അതേക്കുറിച്ച് നല്ലൊരു നോളജ് വേണം. എങ്കിലാണ് നമ്മൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അതിനൊരു മറുപടി കൊടുക്കാനും പറ്റുള്ളൂ. നെഗോഷിയേറ്റർ എന്ന് പറഞ്ഞ എന്താണ് ആയിരിക്കണം? ഫസ്റ്റ് പറഞ്ഞിരിക്കുന്ന അദ്ദേഹത്തിന്റെ ക്വാളിറ്റി, ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. ആ ഒരു പ്രത്യേക മെറ്റീരിയലുമായിട്ട് നല്ലൊരു നോളജ് വേണം. ആ ഗുഡ് നോളജ് ഓഫ് പർട്ടിക്കുലർ മെറ്റീരിയൽ. സെക്കൻഡ് പോയിന്റ് നോക്കിയേ, എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എഫിഷ്യൻസി ഉണ്ടാവണം. നമ്മൾ ഒരു കമ്മ്യൂണിക്കേറ്റീവ് സ്കില്ലില്ലാത്ത, ഒരു കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത, സംസാരിക്കില്ലാത്ത ആളെ കൊണ്ടുവന്ന് നമ്മള് ഇതിനകത്ത് നെഗോഷിയേറ്റർ ആക്കി സെലക്ട് ചെയ്യാൻ പറ്റുമോ? എന്ത് വേണം? നല്ലൊരു കമ്മ്യൂണിക്കേഷൻ സ്കില്ല് വേണം. ഓക്കെ, എഫിഷ്യൻസി ഇൻ കമ്മ്യൂണിക്കേഷൻ. കമ്മ്യൂണിക്കേഷനിൽ എഫിഷ്യൻസി വേണം. ബോത്ത് ഓഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ. അടുത്ത് നോക്കിയേ, ബോത്ത് ഓഫൻസീവ് ആൻഡ് ഡിഫൻസീവ്. എങ്ങനെയായിരിക്കണം? പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികള്,
പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികള്. ചിലപ്പോ എന്തെങ്കിലും ഒരു ഇത് വരുവാണെങ്കിൽ അപ്പൊ തന്നെ അതിനെ ഒഫൻസ് ചെയ്യുക, അതിനെ ഡിഫൻസ് ചെയ്യുന്ന, അതിനെ എന്താ പറയാ, അതിനെതിരെ പെട്ടെന്ന് തന്നെ ഒരു മറുപടി കൊടുക്കാൻ പറ്റുന്ന ഒരു ആക്രമണാത്മകമായിട്ടുള്ള എന്താ പറയാ, നമുക്ക് അതിനെ പെട്ടെന്ന് ചെറുത്ത് നിൽക്കുന്ന രീതിയിലുള്ള സ്റ്റൈലുകൾ വേണം. അവരെന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനെ തിരിച്ചു പറയാനുള്ള ഒരു ഇത് വേണം. ഓക്കെ, അതാണ് ഉദ്ദേശിക്കുന്നത്. ബോത്ത് ഒഫൻസീവ് ആൻഡ് ഡിഫൻസീവ് സ്റ്റൈൽ, പ്രതിരോധാത്മകമായിട്ടുള്ള ശൈലികള്. Then clear and rapid thinker. Fourth point ആണ് clear, rapid thinker. പെട്ടെന്ന് ചിന്തിക്കുന്ന ആളായിരിക്കണം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ 10 മിനിറ്റ് കഴിഞ്ഞ് നമ്മൾ ചിലർ പറയും ട്യൂബ് ലൈറ്റ് ആണല്ലേ, പെട്ടെന്ന് ക്ലിക്ക് ചെയ്യില്ല ചിലർക്ക്. എന്ന് പറഞ്ഞാൽ നല്ല റാപ്പിഡ് തിങ്കർ ആയിരിക്കണം. ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് പെട്ടെന്ന് തന്നെ തിങ്ക് ചെയ്ത് അതിനൊരു സൊല്യൂഷൻ അവിടെ കൊടുക്കാൻ പറ്റണം. ക്ലിയർ ആൻഡ് റാപ്പിഡ് തിങ്കർ ആയിരിക്കണം. ഗുഡ്, നെക്സ്റ്റ് നോക്കിയേ, ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽ, നല്ല വ്യക്തിഗത കഴിവുകളുള്ളവരായിരിക്കണം. ഗുഡ് ഇന്റർപേഴ്സണൽ സ്കിൽസ്, നല്ല വ്യക്തിഗതമായിട്ടുള്ള കഴിവുള്ള ആളായിരിക്കണം. Then knowledge about law of contract, contracting agreements, accounting and pricing. ഇതിനെ കുറിച്ച് ലോ ഓഫ് കോൺട്രാക്ട്, നിയമങ്ങള്, നമ്മുടെ കരാറുകളുടെ നിയമം, അക്കൗണ്ടിങ്, വിലനിർണയം എന്നിവ, പ്രൈസിങ് എന്നിവയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് നോളജ് ഉണ്ടായിരിക്കണം. നെക്സ്റ്റ് വൺ, ലോജിക്കൽ തിങ്കർ. ലോജിക്കൽ, യുക്തിപരമായി ചിന്തിക്കുന്ന ആളായിരിക്കണം. ലോജിക്കൽ തിങ്കർ, യുക്തിപരമായി ചിന്തിക്കുന്നവനായിരിക്കണം. ഗുഡ് ലിസണർ. അടുത്ത് നോക്കിയേ, ഒരു ക്വാളിഫിക്കേഷൻ ആണ്. ഗുഡ് ലിസണർ, നല്ല ശ്രോതാവായിരിക്കണം. നമ്മൾ അവര് പറയുന്ന, നമുക്ക് മാത്രം പറഞ്ഞാൽ പാടില്ലോ, അവര് പറയുന്നതും കൂടി കേൾക്കാൻ, എന്താ പറയാ, കേൾക്കാൻ പറ്റുന്ന രീതിയിൽ നല്ലൊരു ലിസണറും കൂടി ആയിരിക്കണം നെഗോഷിയേറ്റർ, നല്ലൊരു നെഗോഷിയേറ്റർ. Then optimistic. Optimistic എന്ന് പറഞ്ഞാൽ എന്താ, ശുഭാപ്തി വിശ്വാസം, നല്ല ശുഭാപ്തി വിശ്വാസമുള്ള ആളായിരിക്കണം. ഓക്കെ. Then ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധമുള്ള ആളായിരിക്കണം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധം ഉള്ള ആളായിരിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നെഗോഷിയേറ്ററിന്റെ ക്യാരക്ടറിസ്റ്റിക്സിൽ വരുന്നത്. ഇത് ചോദിക്കാറുണ്ട് കേട്ടോ, ഇത് ഇമ്പോർട്ടന്റ് ആണ്, നോട്ട് ചെയ്തെടുക്കുക. Must have a good knowledge of particular material, efficiency in communication, then both offensive and defensive style, clear and rapid thinker, good interpersonal skills, knowledge about law of contract, contracting agreements, accounting and pricing, then logical thinker, good listener, optimistic, good sense of humor. Clear ആണോ നോക്കിയേ? ഓക്കെ. ഒപ്റ്റിമിസ്റ്റിക് എന്ന് പറഞ്ഞാൽ എന്താ, ശുഭാപ്തി വിശ്വാസം. ഗുഡ് സെൻസ് ഓഫ് ഹ്യൂമർ, നല്ല നർമ്മബോധം ഉള്ളത്. ഗുഡ് ലിസണർ, നല്ലൊരു ശ്രോതാവായിരിക്കണം. ലോജിക്കൽ തിങ്കർ, യുക്തിപരമായി യുക്തിപരമായി ചിന്തിക്കുന്നവരായിരിക്കണം. ഇത്രയും ക്വാളിഫിക്കേഷൻ, ക്യാരക്ടർ ഉണ്ടായിരിക്കണം എന്താ, ഒരു നല്ലൊരു നെഗോഷിയേറ്ററിന്. നെഗോഷിയേഷൻ ചർച്ചകൾ കണ്ടക്ട് ചെയ്യുന്ന ആളാണ് നെഗോഷിയേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഒബ്ജക്റ്റീവ്സ് ഒന്ന് വായിച്ചു നോക്കിയാൽ മതി. ഇതിൽ ഇതാണ് ചോദിച്ച് കണ്ടേക്കുന്നത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഒബ്ജക്റ്റീവ്സ് നമുക്ക് നോക്കാം. ഒബ്ജക്റ്റീവ്സ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ് ഏതൊക്കെയാണ്? ടു സേഫ്ഗാർഡ് ഓർഗനൈസേഷൻ ഇൻട്രസ്റ്റ് ആൻഡ് ഗോൾസ്. ഒരു ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ്, താല്പര്യങ്ങളും ഗോൾ, ലക്ഷ്യങ്ങളും ഒക്കെ സംരക്ഷിക്കുക. താല്പര്യവും ലക്ഷ്യങ്ങളും ഒക്കെ സംരക്ഷിക്കുക. സേഫ്ഗാർഡ് എന്ന് വെച്ചാൽ എന്താ, സംരക്ഷിക്കുക. To safeguard organization interest and goals. ഓർഗനൈസേഷന്റെ ഇൻട്രസ്റ്റ്, ഗോള് ഇതൊക്കെ എന്ത് ചെയ്യുക, സംരക്ഷിക്കുക. പിന്നെ to see that the organization is not in a disadvantageous position. സംഘടന ഒരു പ്രതികൂല അവസ്ഥയിലല്ലെന്നു കാണാൻ, അനുകൂലമാണെന്നുള്ളത്. To see that the organization is not in a disadvantageous position. സംഘടന ഒരു ഓർഗനൈസേഷൻ പ്രതികൂല അവസ്ഥയിലല്ലെന്ന് കാണാൻ. Then third point, to ensure that the organization gets all benefits which can easily and comparatively come to it in normal circumstances. സാധാരണ സാഹചര്യങ്ങളിൽ എളുപ്പത്തിലും താരതമ്യേന ലഭിക്കുന്ന ആനുകൂല്യങ്ങളെല്ലാം സ്ഥാപനത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. To
to ensure that the organization get all benefits, എല്ലാ ബെനിഫിറ്റ്സും ഉണ്ട്, which can easily and comparatively come to it normal circumstances. സാധാരണ സാഹചര്യങ്ങളിൽ എളുപ്പത്തിലും താരതമ്യേന ലഭിക്കുന്ന എല്ലാ ബെനിഫിറ്റ്സും ആനുകൂല്യങ്ങളും സ്ഥാപനത്തിനുണ്ട് എന്നുള്ളത് ഉറപ്പുവരുത്തുക. To next point, to see that the distant future of the organization is not bargained for the present. എന്താ നമ്മളപ്പോ ഇവിടെ പ്രസന്റ് സിറ്റുവേഷനെ മാത്രമല്ല, അത് ഫ്യൂച്ചറിനെയും കൂടി കണക്കിലെടുക്കുന്നത്. ഫ്യൂച്ചറിനെ അതെങ്ങനെ ബാധിക്കും, അല്ലെങ്കിൽ അത് ഫ്യൂച്ചറിനെ ബാധിക്കുന്നില്ലാത്ത രീതിയിൽ നമ്മള് എന്താണ് അതിന്റെ ഫ്യൂച്ചറിനെ കൂടി കണക്കിലെടുത്തിട്ടാണ് ചെയ്യുന്നത്. ഫ്യൂച്ചറിനെ കൂടി കണക്കിലാക്കിയെടുത്തിട്ടാണ് എല്ലാം ചെയ്യുന്നത്. To see that the distinct future of our organization is not bargained for the present. പ്രസന്റ് സിറ്റുവേഷനെ മാത്രമല്ല ഫ്യൂച്ചറിനെ കൂടി കൺസിഡർ ചെയ്യുന്നുണ്ട്. Then അഞ്ചാമത്തെ പോയിന്റ്, ensure that the terms and conditions are settled in apparent terms and nothing is left to interpretation which may result in misunderstanding and bitterness. നമ്മുടെ നിബന്ധനകളും വ്യവസ്ഥകളും വ്യക്തമായ നിബന്ധനകളാൽ തീർപ്പാണ്, സെറ്റിൽ ചെയ്തിട്ടുണ്ട്. തെറ്റിദ്ധാരണകൾക്കും ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ്ങിനോ അല്ലെങ്കിൽ ബിറ്റർമെന്റ്സിനോ ഉള്ള ഒന്നും അവശേഷിക്കുന്നില്ല. എല്ലാ കാര്യങ്ങളും ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Terms and conditions are settled in apparent terms and nothing is left to interpretation which may result in misunderstanding and bitterness. ഇനി ഒരു തെറ്റിദ്ധാരണയ്ക്കോ അല്ലെങ്കിൽ കാരണമാകുന്ന വ്യാഖ്യാനങ്ങളൊന്നും അവശേഷിക്കുന്നില്ല. എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസും ക്ലിയർ ആണ് എന്നുള്ളത് ഉറപ്പുവരുത്തുക. Then formulating strategies. Strategies എന്ന് പറഞ്ഞാൽ തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുക. ആൻഡ് ടാക്ടിക്സ്. ടാക്ടിക്സ് എന്ന് പറഞ്ഞാൽ തന്ത്രം തന്നെയാണ് കേട്ടോ. വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ. ഇത് നെഗോഷിയേഷന്റെ പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഒരു എന്താണ് ഈ ഇതിനകത്ത് പറഞ്ഞിരിക്കുന്ന സ്ട്രാറ്റജീസ് എന്ന് പറഞ്ഞാൽ പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈഡ് ടു അച്ചീവ് എ ലോങ് ടേം എയിം. ഒരു ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടി രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്ലാനുകളാണ്. പ്ലാൻ ഓഫ് ആക്ഷൻ ഡിസൈഡ് ടു അച്ചീവ് എ ലോങ് ടേം എയിം. ഒരു ദീർഘകാല ലക്ഷ്യം കൈവരിക്കുന്നതിന് വേണ്ടിയിട്ട് രൂപകൽപ്പന ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ, അതാണ് സ്ട്രാറ്റജീസ് എന്ന് പറയുന്നത്. സ്ട്രാറ്റജീസ് രൂപപ്പെടുത്തുക എന്ന് പറഞ്ഞു. ഫോർമുലേറ്റിംഗ് സ്ട്രാറ്റജീസ് ആൻഡ് ടാക്ടിക്സ് വിച്ച് ആർ വൈറ്റൽ പാർട്ട് ഓഫ് നെഗോഷിയേഷൻ. ഇതെല്ലാം നെഗോഷിയേഷന്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗങ്ങളാണ്. ഓക്കെ, ഇതിനകത്ത് മറ്റേ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കേട്ടോ ഇമ്പോർട്ടന്റ്. ഇതൊന്ന് വായിച്ചു നോക്കിയാൽ മതി. 6 പോയിന്റ് ഒബ്ജക്റ്റീവ്സ്, നെഗോഷിയേഷന്റെ ഒബ്ജക്റ്റീവ്സ്. എല്ലാവർക്കും ഓർക്കം വരുന്നുണ്ടോ? എല്ലാവരും ഇരിക്കണോടത്ത് നോക്കാം. ഒന്ന് എണിച്ചിട്ടൊന്നിരുന്നേ. ഓർക്കം വരുന്നുണ്ടോ? ഓക്കെ, സ്റ്റാൻഡപ്പ് പറയണോ? അവരൊക്കെ ഒന്ന് എനിക്കൊന്ന് ഓർക്കം വരുന്നുണ്ട്. ബിനോയ് മെസ്സേജ് ചെയ്ത് ഓർക്കം വരുന്നത്, എനിക്ക് തോന്നി ഓർക്കം വരുന്നുണ്ട്. എല്ലാവരും ഒക്കെ ഒന്ന് എനിക്ക് ഓൾ സ്റ്റാൻഡപ്പ് ഡൗൺ അങ്ങനെ പറയട്ടെ. ഓക്കെ, എല്ലാവരും എനിക്ക് ഒന്നിരിക്കാം. ഓക്കെ, ഇനി ഇതിനകത്ത് ഇതും ഇമ്പോർട്ടന്റ് ആണ്. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തത് ആരൊക്കെയാണ്? അണ്ടർലൈൻ ചെയ്തിട്ട് കേട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് ഓഫ് ദ പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, particular person from the user department, and most probably administration also. ഒരു പക്ഷേ അഡ്മിനിസ്ട്രേഷനും വരാം. അപ്പൊ നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്തവരാരൊക്കെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. ഇമ്പോർട്ടന്റ് എന്ന് തന്നെ എഴുതി വെക്കുക. നെഗോഷിയേഷൻ കമ്മിറ്റി ഇൻക്ലൂഡ്സ് ഓഫ് ദ പർച്ചേസ് മാനേജർ. പർച്ചേസ് മാനേജർ ഉണ്ടാവും. ഫിനാൻസ് മാനേജർ ഉണ്ടാവും. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലാണോ ആ മെറ്റീരിയൽ ആവശ്യം അത് ആ പർട്ടിക്കുലർ ഡിപ്പാർട്ട്മെന്റിലെ ഒരു പേഴ്സൺ ഉണ്ടാവും. ദെൻ അഡ്മിനിസ്ട്രേഷൻ, ഒരു പക്ഷെ ഒരു അഡ്മിനിസ്ട്രേഷനും അത് വന്നു കൂടും, അതിനകത്ത് ഉൾപ്പെടാം. അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് മെറ്റീരിയൽ വേണ്ടത്? ഇപ്പൊ നമ്മള്
ഇപ്പൊ എക്സ്റേ മെഷീൻ ആണ് വേണ്ടത്, എക്സ്റേ എടുക്കാനുള്ളത്. പിന്നെ അതുപോലെ തന്നെ അല്ലെങ്കിൽ 3 ഫേസ് വന്നില്ലല്ലോ ബിനോയ് അവിടെ ഉറക്കാണോ? നമ്മൾ 3 ഫേസിലേക്ക് എത്തിയിട്ടില്ലല്ലോ. ഇവിടെ നെഗോഷിയേഷൻ കമ്മിറ്റി വരെയല്ലേ ആയോളൂ. ഓക്കെ, അപ്പൊ എന്താ പറയാ, നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ വരുന്ന ആരൊക്കെയാണ് നമ്മൾ പറഞ്ഞത്, അതാണ് ഞാൻ അണ്ടർലൈൻ ചെയ്യാൻ പറഞ്ഞത്. ഇപ്പൊ നമ്മള് എക്സ്റേ മെഷീൻ ആണ് വേണമെങ്കിൽ അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റ് ഏതാ? ആ ഡിപ്പാർട്ട്മെന്റ് ആണ് അല്ലെ? ഏത് ഡിപ്പാർട്ട്മെന്റ് ആണ് ആവശ്യം, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ മെറ്റീരിയൽ ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് വെന്റിലേറ്റർ, അത് ഇപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റ് ICU-ലൊക്കെ അല്ലേ, അപ്പൊ ആ ഒരു ഡിപ്പാർട്ട്മെന്റ് ഏത് ഡിപ്പാർട്ട്മെന്റിലേക്കാണ് ആവശ്യം. ഞാനൊരു തമാശ പറഞ്ഞതാട്ടോ, ബിനോയ് അപ്പൊ തന്നെ അവിടെ സോറി ഒക്കെ എഴുതിയിട്ടു. ഓക്കെ, നിങ്ങളൊന്ന് ഉറക്കം പോട്ടെ എന്ന് കരുതിയ. ഓക്കെ, അപ്പൊ ഏത് ഡിപ്പാർട്ട്മെന്റിലാണ് ആവശ്യം ആ ഡിപ്പാർട്ട്മെന്റ്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ഒരു പേഴ്സൺ ഉണ്ടാവും, ഫിനാൻസ് മാനേജർ ഉണ്ടാവും, പർച്ചേസ് മാനേജർ ഉണ്ടാവും, അഡ്മിനിസ്ട്രേഷനും കൂടി ഉണ്ടാവും, നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ. ക്ലിയർ ആയോ? അണ്ടർലൈൻ ചെയ്ത എല്ലാവരും അണ്ടർലൈൻ ചെയ്തോട്ടോ. നെഗോഷിയേഷൻ കമ്മിറ്റിയിൽ ഇൻക്ലൂഡ് ചെയ്യുന്നവരാരൊക്കെ? വിച്ച് ഓഫ് ദ ഫോളോയിങ് ആർ ഇൻക്ലൂഡഡ് ഇൻ നെഗോഷിയേഷൻ കമ്മിറ്റി? പർച്ചേസ് മാനേജർ, ഫിനാൻസ് മാനേജർ, പർട്ടിക്കുലർ പേഴ്സൺ ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്, ദെൻ അഡ്മിനിസ്ട്രേഷൻ. ഇനിയാണ് നമ്മൾ ഫേസിലേക്ക് വരാൻ പോണത്. പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ. നെഗോഷിയേഷൻ പ്രോസസ്സ് അതിനെ നമ്മൾ 3 ഫേസ് ആയിട്ടാണ് തിരിച്ചേക്കുന്നത്. ഓക്കെ, 3 ഫേസ്. അത് 3 ഫേസുകൾ ഏതൊക്കെയാണെന്ന് ചോദിക്കാറുണ്ട് കേട്ടോ, അത് നോക്കണം. The process of negotiation. Negotiation process can be divided into 3 phases. 3 phase ആയിട്ടാണ് തിരിച്ചേക്കല്ലേ. Pre-negotiation phase. Negotiation മുന്നുള്ള ഫേസ്. ഓക്കെ, പ്രീ-നെഗോഷിയേഷൻ ഫേസ്. രണ്ടാമത്തെ ഫേസ് എന്ന് പറഞ്ഞാൽ മീറ്റിംഗ് ഫേസ്. തേർഡ് വൺ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. ഇവിടെ ചോദിക്കാം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫേസ് ഈസ് നോൺ ആസ് എക്സിക്യൂട്ടീവ് ഫേസ്? ഏത് ഫേസ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിനെയാണ് എക്സിക്യൂട്ടീവ് ഫേസ് എന്നറിയപ്പെടുന്നത്. ഓക്കെ, 3 ഫേസുകൾ ഏതൊക്കെയാ? നിങ്ങൾ മനസ്സിൽ തന്നെ വേഗം പറഞ്ഞോ. ഏതൊക്കെയാണ് 3 ഫേസുകൾ? പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ അതർ നെയിം ഏതാ? എക്സിക്യൂട്ടീവ് ഫേസ്. ക്ലിയർ ആയോ? ഓക്കെ, 3 ഫേസുകൾ കിട്ടിയില്ലേ? പേരുകൾ കിട്ടി അല്ലെ? പ്രീ നെഗോഷിയേഷൻ ഫേസ്, then മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. അപ്പൊ 3 ഫേസുകൾ. അപ്പൊ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ആണ് എക്സിക്യൂട്ടീവ് ഫേസ് എന്നറിയപ്പെടുന്നത്. ഇനി പ്രീ നെഗോഷിയേഷൻ ഫേസിൽ തന്നെ 5 സ്റ്റെപ്പ് ആയിട്ടാണ് തന്നേക്കുന്നത്. ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. 5 സ്റ്റെപ്പുകൾ. ഫസ്റ്റ് നോക്കിയാൽ കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ കുറിച്ചുള്ള ശരിയായിട്ടുള്ള ഇൻഫർമേഷൻ. രണ്ടാമത്തെ അനാലിസിസ്. അതിനെ അനലൈസ് ചെയ്യാണ്, വിശകലനം ചെയ്യുന്നു. കൺസിസ്റ്റിംഗ് ഓഫ് ഇൻഫർമേഷൻ വിത്ത് അതർ ടെൻഡേഴ്സ്. മറ്റുള്ള ടെൻഡേഴ്സുമായിട്ട് നമ്മൾ കൺസിസ്റ്റ് ചെയ്തുകൊണ്ട് അതിനെ അനലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ ഫേസ്, രണ്ടാമത്തെ സ്റ്റെപ്പ്. ഫസ്റ്റ് കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ. മെറ്റീരിയലിനെ കുറിച്ചുള്ള കറക്റ്റ് ഇൻഫർമേഷൻ. നെക്സ്റ്റ് രണ്ടാമത്തെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റ് ടെൻഡറുകൾക്കുള്ള വിവരങ്ങൾ അടങ്ങുന്ന ഒരു വിശകലനം, അനാലിസിസ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്. അടുത്ത് നോക്കിയേ, ഒബ്ജക്റ്റീവ് നമുക്ക് എത്രത്തോളം, ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ. അതിൽ കൂടെ, ആ ടെൻഡറിൽ കൂടെ നമുക്ക് എത്രത്തോളം പോകാൻ പറ്റും. ഹൗ മച്ച് മാക്സിമം വി ക്യാൻ ഗോ, നമുക്ക് എത്രത്തോളം പരമാവധി പോകാൻ പറ്റും. അതാണ് ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ് എന്ന് പറയുന്നത്. Then developing of strategies, തന്ത്രങ്ങൾ രൂപപ്പെടുത്തുക. Then preliminary tactics, പ്രാഥമിക തന്ത്രങ്ങൾ. ഇത്രയും കാര്യങ്ങളാണ് പ്രീ നെഗോഷിയേഷൻ ഫേസിൽ വരുന്ന 5 സ്റ്റെപ്പ്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം കേട്ടോ. കറക്റ്റ് ഇൻഫർമേഷൻ അബൌട്ട് ദ മെറ്റീരിയൽ, അനാലിസിസ്, ഒബ്ജക്റ്റീവ്സ് ഡിഫൈൻഡ്, ഡെവലപ്പിംഗ് ഓഫ് സ്ട്രാറ്റജീസ്, പ്രിലിമിനറി ടാക്ടിക്സ്, പ്രാഥമിക തന്ത്രങ്ങൾ. ഇനി രണ്ടാമത്തെ നോക്കാം, മീറ്റിംഗ് ഫേസ് ആണ്. മീറ്റിംഗ് ഫേസ് എന്ന് പറയുന്നത് വിൽ നോട്ട് ബി കംപ്ലീറ്റഡ് ഇൻ വൺ മീറ്റിംഗ്. ഒറ്റ മീറ്റിംഗ് കൊണ്ട് അവസാനിക്കുന്നതല്ല മീറ്റിംഗ് ഫേസ്. മീറ്റിംഗ് ഫേസ് ക്യാൻ ബി ഡിവൈഡ് ഇൻ ടു 3. 3 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്.
ഏതൊക്കെയാ? എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. ഏതൊക്കെയാണ്? വേഗം പറഞ്ഞേ. ഏതൊക്കെയാണ്? 3 ഫേസുകളാ. നിങ്ങൾ ഞാൻ പറയുമ്പോ നിങ്ങളൊന്ന് മനസ്സിൽ പറഞ്ഞാൽ മതി കേട്ടോ. മെസ്സേജ് ഒന്നും ചെയ്തിടണ്ട. മെസ്സേജ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ സമയം പോകും. ഏതൊക്കെയാണ്? മനസ്സിൽ പറഞ്ഞോ. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്, ഡിസ്കഷൻ മീറ്റിംഗ്, എഗ്രിമെന്റ് മീറ്റിംഗ്. അപ്പൊ മീറ്റിംഗ് ഫേസിന് നമുക്ക് 3ആയിട്ട് തിരിക്കാം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ്. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? 2 parties introduce themselves and information analysis. 2 പാർട്ടികൾ സ്വയം പരിചയപ്പെടുകയും ഇൻട്രൊഡ്യൂസ് ചെയ്യുകയും അവിടെ ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുകയും ചെയ്യുന്നു. 2 parties introduce themselves and information analyzed. 2 പാർട്ടികൾ, 2 കക്ഷികൾ സ്വയം പരിചയപ്പെടുത്തുകയും അവിടെ വിവരങ്ങൾ വിശകലനം ചെയ്യുകയും ചെയ്യുന്നു. രണ്ടാമത്തെ ഡിസ്കഷൻ മീറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഇഷ്യൂസ് ഡിസ്കസ്ഡ്. അവിടെ ഇഷ്യൂ എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യുന്നു. അപ്പൊ പേരിന്ന് അറിയാം. ഡിസ്കഷൻ മീറ്റിംഗ്, ഇഷ്യൂസ് ഡിസ്കസ്ഡ്, ഇഷ്യൂ ഡിസ്കസ് ചെയ്യുന്നു. Then third, agreement meeting. Agreement meeting il enda? Agreement reached at the contract is signed by both the parties. Agreement like etticherunnu, discussion ilude avare oru agreement like etticherunnu. Aa contract il രണ്ട് പാർട്ടികളും സൈൻ ചെയ്യുന്നു. അവിടെ എടുക്കുന്ന ആ കോൺട്രാക്റ്റിൽ 2 പാർട്ടികളും സൈൻ ചെയ്യുന്നു. അങ്ങനെ മീറ്റിംഗ് ഫേസിനെ 3ആയിട്ട് നമുക്ക് തിരിക്കാം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ 2 പാർട്ടികൾ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു. അവിടെ എന്ത് ഇൻഫർമേഷൻ പാസ് ചെയ്യുന്നു, അനലൈസ് ചെയ്യുന്നു. രണ്ടാമത്തെ അത് ഡിസ്കസ് ചെയ്യുന്നു. ഡിസ്കഷൻ മീറ്റിംഗിൽ അത് ഡിസ്കസ് ചെയ്യുന്നു. ദെൻ തേർഡ് എഗ്രിമെന്റ് മീറ്റിംഗിൽ ഇഷ്യൂസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് ഒരു എഗ്രിമെന്റിലേക്ക് എത്തുകയും 2 പാർട്ടികൾ അവിടെ കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുകയും ചെയ്യുന്നു. ഓക്കെ, ഇനി സി എന്ന് പറഞ്ഞത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ് ആണ്. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ഇവിടെ എന്ത് ചെയ്യുന്നു? എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. ഏത് ഫേസിലാണ് എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത്? അതൊന്ന് അണ്ടർലൈൻ ചെയ്തിട്ടെ. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ഏത് ഫേസിലാണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ഇൻ വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫേസ് ഈസ് എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്? എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത് ഏത് നെഗോഷിയേഷൻ ഫേസിലാണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ഓപ്ഷൻസ്: പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്, നൺ ഓഫ് ദ എബോവ്. ഏത് ഫേസിലാണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസിലാണ് എഗ്രിമെന്റ് ക്യാരി ചെയ്യുന്നത്, നടപ്പിലാക്കുന്നത്. എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. ഏത് ഫേസിലാണ്? പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ദെൻ ഇനി അതിനകത്ത് നമ്മള് സ്റ്റെപ്പുകൾ കുറച്ചുണ്ട്. അതും ജസ്റ്റ് നിങ്ങളൊന്ന് വായിച്ചു പോകുക ഏതൊക്കെയാണെന്നുള്ളത്. ഓക്കെ, എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്. എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. അതിന് നമുക്ക് വീണ്ടും കുറച്ച് സ്റ്റെപ്പുകൾ പറഞ്ഞിട്ടുണ്ട്. ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. അതിനകത്ത് എഗ്രിമെന്റ് നടപ്പിലാക്കുന്നത് എങ്ങനെയാ? പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു. എന്തൊക്കെ മെറ്റീരിയൽസ് ആണോ വേണ്ടത് അതേക്കുറിച്ചുള്ള ഒരു ഓർഡർ സമർപ്പിക്കുന്നു. ഓക്കെ, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ സമർപ്പിക്കുന്നു. ഓക്കെ, ടു പ്ലേസ് ദ പർച്ചേസ് ഓർഡർ. പർച്ചേസ് ഓർഡർ സമർപ്പിക്കുന്നു. സ്റ്റെപ്പ്, അടുത്ത സ്റ്റെപ്പ് നോക്കിയേ. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്. ഇൻസ്പെക്ട് ചെയ്യാന്ന് വെച്ചാൽ എന്താ? പരിശോധിക്കുക. അറ്റ് ദ സോഴ്സ്, ആ സോഴ്സിനുള്ള ഒരു ഇൻസ്പെക്ഷൻ, ഒരു ഉറവിടം. ഇൻസ്പെക്ഷൻ അറ്റ് ദ സോഴ്സ്, ഇൻസ്പെക്ട് ചെയ്യുന്നു, അതൊന്ന് പരിശോധിക്കുന്നു. Then to receive a particular item in our stores. ഞങ്ങളുടെ സ്റ്റോറുകളിൽ ഒരു പ്രത്യേക ഐറ്റം റിസീവ് ചെയ്യുന്നു. ഓക്കെ, റിസീവ് ചെയ്യുന്നു. അടുത്തത് ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർസ്. നമ്മുടെ സ്റ്റോറുകളിൽ ഒരു പ്രത്യേക ഐറ്റം എന്ത് ചെയ്യുന്നു? റിസീവ് ചെയ്യുന്നു. Then ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസിസ്. ഞങ്ങളുടെ പ്രദേശത്ത് എന്ത് ചെയ്യുന്നു? പരിശോധിക്കുന്നു. അതായത് നമ്മളിവിടെ പറയുന്നതെന്ന് വെച്ചാൽ മെറ്റീരിയൽസുകൾ ഹോസ്പിറ്റലിൽ എത്തൂലേ, ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമുള്ള പരിശോധനയാണ് ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസിസ് എന്ന് പറയുന്നത്. മെറ്റീരിയൽസുകൾ ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമുള്ള പരിശോധന. മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിയതിനു ശേഷമുള്ള പരിശോധന. ഓക്കെ, അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്. അതിൽ നിന്ന് അക്സെപ്റ്റ് ചെയ്യണമെങ്കിൽ അക്സെപ്റ്റ് ചെയ്യാം, റിജക്ട് ചെയ്യണമെങ്കിൽ റിജക്ട് ചെയ്യാം. Accepted or rejected. Then record in store register. അത് അക്സെപ്റ്റ് ചെയ്ത മെറ്റീരിയൽസുകൾ എന്ത് ചെയ്യുന്നു? റെക്കോർഡ് ചെയ്യുന്നു. സ്റ്റോക്ക് രജിസ്റ്ററിൽ റെക്കോർഡ് ചെയ്യുന്നു.
record in stock register. Then അടുത്ത നോക്കി installing or storing. ഇൻസ്റ്റോൾ ചെയ്യുന്നു അല്ലെങ്കിൽ സ്റ്റോർ ചെയ്യുന്നു. അവിടെ ഒരു കാര്യം തന്നിട്ടുണ്ട്, ക്യാപിറ്റൽ എക്യുപ്മെന്റ്. കണ്ടോ, ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറഞ്ഞാൽ മൂലധന ഉപകരണങ്ങൾ. അതായത് നമ്മൾ എന്താ പറയാ, വളരെ വില കൊടുത്ത് വാങ്ങുന്ന മെറ്റീരിയൽസ് ആണ്, ഇടയ്ക്കിടയ്ക്ക് വാങ്ങുന്നതല്ല. ഇത് വളരെ വില കൊടുത്ത് വാങ്ങുന്ന ഹോസ്പിറ്റലിലെ മെറ്റീരിയൽ ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ് എന്ന് പറയുന്നത്. സ്ഥിര ആസ്തികൾ, ഹോസ്പിറ്റലിലെ സ്ഥിര ആസ്തികൾ ക്യാപിറ്റൽ എക്യുപ്മെന്റ്, വളരെ വില കൊടുത്ത് വാങ്ങുന്ന എക്യുപ്മെന്റ് ആണ് ക്യാപിറ്റൽ എക്യുപ്മെന്റ്. ദെൻ അടുത്ത എന്ത് ചെയ്യുന്നു, പേയ്മെന്റ് നടത്തുന്നു. ഇത്രയാണ് ആ പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിലുള്ള സ്റ്റെപ്പുകൾ. ഓക്കെ, ഇപ്പൊ ഇത് എന്തായാലും പഠിക്കണം നിങ്ങൾ. ഇവിടെ നമ്മൾ 3 ഫേസുകൾ ഏതാണെന്ന് ആദ്യം പഠിക്കാം. ഓക്കെ, പ്രോസസ് ഓഫ് നെഗോഷിയേഷൻ ഫേസ് 3 ഉണ്ട്. ഏതൊക്കെയാ? പ്രീ നെഗോഷിയേഷൻ ഫേസ്, മീറ്റിംഗ് ഫേസ്, പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ്. ദെൻ പ്രീ നെഗോഷിയേഷൻ ഫേസിൽ ഇതിൽ കുറച്ച് സ്റ്റെപ്പുകൾ, 5 സ്റ്റെപ്പ് ഉണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കുക ഏതൊക്കെയാ വന്നേന്നുള്ളത്. ദെൻ ഇത് ഇമ്പോർട്ടന്റ് ആണ്. മീറ്റിംഗ് ഫേസിൽ നമ്മൾ 3 പറഞ്ഞു. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗ് പറഞ്ഞു, ഡിസ്കഷൻ മീറ്റിംഗ് പറഞ്ഞു, പിന്നെ എഗ്രിമെന്റ് മീറ്റിംഗ് പറഞ്ഞു. ഓക്കെ, അത് 3 നോക്കാം. എക്സ്പ്ലോറേറ്ററി മീറ്റിംഗിൽ 2 പാർട്ടീസ് സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നു, ഇൻഫർമേഷൻ അനലൈസ് ചെയ്യുന്നു. ഡിസ്കഷൻ മീറ്റിംഗിൽ ഇഷ്യൂസ് എന്താണെന്ന് ഡിസ്കസ് ചെയ്യുന്നു. എഗ്രിമെന്റ് മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തതിനു ശേഷം അവരൊരു എഗ്രിമെന്റിലേക്ക് എത്തിച്ചേരുന്നു. എന്നിട്ട് 2 പാർട്ടികളും ഒരു കോൺട്രാക്റ്റിൽ സൈൻ ചെയ്യുന്നു. നെക്സ്റ്റ് പറഞ്ഞത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസ് ഓർ എക്സിക്യൂട്ടീവ് ഫേസ്. ഇവിടെ ഇങ്ങനെ എഗ്രിമെന്റ് ഈസ് ക്യാരിഡ് ഔട്ട്, ആ എഗ്രിമെന്റ് നടപ്പിലാക്കുന്നു. അത് ഏതൊക്കെയാ? അതിനുള്ള കുറച്ച് സ്റ്റെപ്പുകളാണ് പറഞ്ഞത്. പർച്ചേസ് ഓർഡർ കൊടുക്കുന്നു, ഏതെല്ലാം സാധനങ്ങളാണ് വാങ്ങേണ്ടത് എന്നുള്ള ഓർഡർ കൊടുക്കുന്നു. ഇൻസ്പെക്ഷൻ അറ്റ് സോഴ്സ്, പരിശോധന നടത്തുന്നു. പിന്നെ അടുത്തത് ടു റിസീവ് എ പർട്ടിക്കുലർ ഐറ്റം ഇൻ അവർ സ്റ്റോർ, നമ്മുടെ സ്റ്റോറുകൾ പ്രത്യേക ഐറ്റം റിസീവ് ചെയ്യുന്നു. ഇൻസ്പെക്ഷൻ അറ്റ് അവർ പ്രിമിസിസ്, നമ്മുടെ പ്രദേശത്ത് പരിശോധന നടത്തുന്നു. അതായത് മെറ്റീരിയൽസ് ഹോസ്പിറ്റലിൽ എത്തിച്ചതിന് ശേഷമുള്ള പരിശോധന. ദെൻ അക്സെപ്റ്റഡ് ഓർ റിജക്റ്റഡ്, അക്സെപ്റ്റ് ചെയ്യോ അല്ലെങ്കിൽ റിജക്ട് ചെയ്യോ ചെയ്യുന്നു. സ്റ്റോക്ക് രജിസ്റ്ററിൽ അക്സെപ്റ്റ് ചെയ്ത ഐറ്റംസ് മെറ്റീരിയൽസ് രജിസ്റ്റർ ചെയ്യുന്നു. അത് ഇൻസ്റ്റോൾ ചെയ്യുന്നു ഓർ ഇൻസ്റ്റോൾ ചെയ്യുക, സ്റ്റോർ ചെയ്യുന്നു. ദെൻ പേയ്മെന്റ്. ഇത്രയാണ് അതിനകത്ത് പോസ്റ്റ് നെഗോഷിയേഷൻ ഫേസിൽ വരുന്നത്. ഓക്കെ, ചെറിയൊരു കാര്യം കൂടി പറയാം. പർച്ചേസിംഗ് പ്രൊസീജിയർ, ഇതും വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെ ഇല്ലേ നിങ്ങൾക്ക്? ഇതിനകത്ത് പർച്ചേസിംഗ് പ്രൊസീജിയർ, ഇതും ഇമ്പോർട്ടന്റ് ആണ്, വളരെ ഇമ്പോർട്ടന്റ് ആണ്. പർച്ചേസിംഗ് ഇതാര് ഏത് ഡിപ്പാർട്ട്മെന്റിൽ എങ്ങോട്ട് കൊടുക്കുന്നു, അങ്ങനെയുള്ള കുറച്ച് കൺഫ്യൂസ്ഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഇത്. പർച്ചേസ് റിക്വസിഷൻ ആണ്. പർച്ചേസിനുള്ള റിക്വസിഷൻ കൊടുക്കണം. പർച്ചേസ് റിക്വസിഷൻ. ഓക്കെ, നമ്മളിപ്പോ ഒരു മെറ്റീരിയൽ, ഒരു സാധനം വേണം, ഹോസ്പിറ്റലിൽ ഒരു സാധനം വേണം. ഇപ്പൊ ഞാൻ ആദ്യം പറഞ്ഞത് ഒരു എക്സ്റേ മെഷീൻ, ആ ഒരു ഡിപ്പാർട്ട്മെന്റിലാണ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലാണ് വേണ്ടത്. ആ ഡിപ്പാർട്ട്മെന്റ്, അതിനെയാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത്. അപ്പൊ ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് എങ്ങോട്ട് റിക്വസിഷൻ കൊടുക്കണം? എനിക്ക് ഇന്ന സാധനം വേണം, ഞങ്ങൾക്ക് ഈ ഡിപ്പാർട്ട്മെന്റ്, റേഡിയോളജി ഡിപ്പാർട്ട്മെന്റിലേക്ക് സ്കാനിങ് മെഷീൻ വേണം എന്ന് പറഞ്ഞുകൊണ്ട് ആരാർക്ക് കൊടുക്കും? ആ യൂസർ, അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് റേഡിയോളജി അല്ലേ. അപ്പൊ അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, അതായത് യൂസർ ഡിപ്പാർട്ട്മെന്റ്, പേരെന്താ? യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ മെറ്റീരിയൽ ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് ആണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആ യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യുന്ന ഡിപ്പാർട്ട്മെന്റ് ഏതാ? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്വസിഷൻ കൊടുക്കുന്നു. ക്ലിയർ ആണോ നോക്കിയേ? യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു റിക്വസിഷൻ കൊടുക്കുന്നു. ഞങ്ങൾക്ക് ഇന്ന മെറ്റീരിയൽ, സ്കാനിങ് മെഷീൻ 2 എണ്ണം വേണം എന്ന് പറഞ്ഞൊരു റിക്വസ്റ്റ് ആരാ കൊടുക്കുന്നത്? യൂസർ ഡിപ്പാർട്ട്മെന്റ്. ആർക്കാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അതാണ് ഫസ്റ്റ് വരുന്നത്. നോക്കിയേ, പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. എവിടെ നിന്ന് എവിടേക്കാ? ഫ്രം ദ യൂസർ ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക്. അണ്ടർലൈൻ ചെയ്തിട്ടോട്ടത്. റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ദ പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്. യൂസർ ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് ഒരു പർച്ചേസ് റിക്വസിഷൻ കൊടുക്കുന്നു. അപ്പൊ അത് ആരാ വാങ്ങുന്ന ആളാരാണ്? പർച്ചേസ് റിക്വസിഷൻ വാങ്ങുന്നത് ആരാ? ആരാ വാങ്ങുന്നത്?
ഏത് ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് റിക്വസിഷൻ വാങ്ങുന്നത്? റിസീവ് പർച്ചേസ്. ഓക്കെ, വെരി ഗുഡ്. സൂര്യ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ്, പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ്. പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ് റിക്വസിഷൻ വാങ്ങുന്നത്. അത് നിങ്ങൾക്ക് കൺഫ്യൂസ്ഡ് ആവരുത്. പർച്ചേസ് റിക്വസിഷൻ വാങ്ങുന്നത് ഏതാണ്? പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റ് ആണ്. അത് കൊടുക്കുന്നത് ആരാ? യൂസർ ഡിപ്പാർട്ട്മെന്റ്. റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ആണ് കൊടുക്കുന്നത്. ഇന്ന മെറ്റീരിയൽസ് ഇത്ര എണ്ണം വേണമെന്ന് പറഞ്ഞുകൊണ്ട് അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ് യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിലേക്ക് എന്ത് ചെയ്യുന്നു? റിക്വസിഷൻ കൊടുക്കുന്നു. ഇറ്റ് കൺസിസ്റ്റ് ഓഫ് എന്താ? ക്വാളിറ്റി ഓഫ് മെറ്റീരിയൽ. മെറ്റീരിയലിന്റെ ക്വാളിറ്റിയായി ബന്ധപ്പെട്ട സ്പെസിഫിക്കേഷൻ. ഏത് മെറ്റീരിയൽ ആണെന്ന് സ്പെസിഫൈ ചെയ്യണം അല്ലെ? അതിന്റെ ക്വാണ്ടിറ്റി ആണ് കേട്ടോ. ക്വാണ്ടിറ്റി, എത്ര ക്വാണ്ടിറ്റി വേണം, എത്ര എണ്ണം വേണം എന്നുള്ളത്, എത്ര ക്വാണ്ടിറ്റിയിൽ വേണം, അത് സ്പെസിഫിക്കേഷൻ. ഏത് മെറ്റീരിയൽ ആണെന്ന് സ്പെസിഫൈ ചെയ്യണം. ഡേറ്റ് in which them should be received. അത് റിസീവ് ചെയ്യുന്ന ലഭിക്കേണ്ട തീയതി എന്നിവ അടങ്ങിയിട്ടുള്ള ഒരു റിക്വസിഷൻ, പർച്ചേസ് റിക്വസിഷൻ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കണം. ക്ലിയർ ആയോ? ഫസ്റ്റ് അണ്ടർലൈൻ ചെയ്തിടാം കേട്ടോ. ആർക്കാ കൊടുക്കണേന്ന് മനസ്സിലാക്കി വെക്കുക. ഇനി കൺഫ്യൂസ്ഡ് ആവരുത്. ഇപ്പൊ ഇതിനകത്ത് ചോദിക്കും പർച്ചേസ് റിക്വസിഷൻ റിസീവ്ഡ് ഫ്രം യൂസർ ഡിപ്പാർട്ട്മെന്റ് ടു ഡാഷ് ഡിപ്പാർട്ട്മെന്റ്. അങ്ങനെയായിരിക്കും ഓപ്ഷൻസ് തരുന്നത്. അല്ലെങ്കിൽ ചോദിക്കാം ഫോർ റിസീവ്ഡ് പർച്ചേസ് റിക്വസിഷൻ. അപ്പൊ അങ്ങനെ കൺഫ്യൂസ്ഡ് ആവരുത്. നിങ്ങൾ മനസ്സിലാക്കി വെക്കുക. അത് ഉപയോഗിക്കുന്ന ഡിപ്പാർട്ട്മെന്റ്, ആ മെറ്റീരിയൽ അത് വേണ്ട ഡിപ്പാർട്ട്മെന്റ്, അതാണ് യൂസർ ഡിപ്പാർട്ട്മെന്റ്. അവര് നേരെ പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് മെറ്റീരിയൽസിന്റെ ക്വാണ്ടിറ്റി, ഇത്ര ക്വാണ്ടിറ്റിയില് ഇത്ര എണ്ണം വേണം, അതിന്റെ ഏത് മെറ്റീരിയൽ ആണെന്ന് സ്പെസിഫൈ ചെയ്യണം, നമുക്ക് എന്നത്തേക്ക് ആ മെറ്റീരിയൽ വേണം, അതും ഒക്കെ അടങ്ങിയിട്ട് ഒരു എന്ത് ചെയ്യുന്നു? ഒരു റിക്വസിഷൻ യൂസർ ഡിപ്പാർട്ട്മെന്റ് പർച്ചേസിംഗ് ഡിപ്പാർട്ട്മെന്റിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ക്ലിയർ അല്ലേ? ഇനി രണ്ടാമത്തെ പർച്ചേസ് എൻക്വയറി ആണ്. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. ആരാ എൻക്വയറി? ഫ്രം എവിടെ നിന്ന് എവിടേക്കാന്ന് നോക്കിയാൽ ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു സപ്ലയർ. എൻക്വയറി, പർച്ചേസിന്റെ എൻക്വയറി, എവിടെ നിന്നൊക്കെ ഈ സാധനങ്ങൾ മെറ്റീരിയൽ നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ള ഒരു അന്വേഷണം ആര് കൊടുക്കും? ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയറിലേക്ക് ഒരു എൻക്വയറി നടത്തും. ഫ്രം പർച്ചേസ് ഡിപ്പാർട്ട്മെന്റ് ടു ദ സപ്ലയർ. പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക് ഒരു എൻക്വയറി അവിടെ കൊടുക്കുകയാണ്. അത് ഇൻക്ലൂഡ് പർച്ചേസ് എൻക്വയറി. ഇറ്റ് ഇൻക്ലൂഡ്സ് ലീഡ് ടൈം, ക്വാണ്ടിറ്റി, സ്പെസിഫിക്കേഷൻ. എന്തൊക്കെ ഉൾപ്പെടുന്ന അതിന് വേണ്ട ആദ്യം എത്ര സമയം ഈ മെറ്റീരിയൽ എത്താൻ. അപ്പൊ നമുക്ക് വേഗം കിട്ടുന്ന അവർക്കാണ് നമ്മൾ അത് കൊടുക്കുള്ളൂ, ഓർഡർ കൊടുക്കുള്ളൂ അല്ലെ? അപ്പൊ അതിന്റെ എത്ര സമയം എടുക്കും, അതിന്റെ ക്വാണ്ടിറ്റി എത്രയാണ്, സ്പെസിഫിക്കേഷൻ ഉൾപ്പെടുന്ന ഒരു പർച്ചേസ് എൻക്വയറി അത് പർച്ചേസ് ഡിപ്പാർട്ട്മെന്റിൽ നിന്ന് സപ്ലയറിലേക്ക് കൊടുക്കുന്നു. ഓക്കെ, ഇത്രയും മതി. നമുക്ക് ഇതിന് ബാക്കിയിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സിൽ നെക്സ്റ്റ് എന്നാ വരുന്നത്? നെക്സ്റ്റ് നമുക്ക് മൺഡേ ഉണ്ടല്ലോ, അപ്പൊ നമുക്ക് നോക്കാം. എത്രയും മതി. എനിക്ക് കൂടുതൽ പറഞ്ഞ് ഞാൻ ബോറടിപ്പിക്കുന്നില്ല. അടുത്ത ക്ലീസൊക്കെ തന്നെ എത്തും. അപ്പൊ നിങ്ങൾ ഒരു 2 മിനിറ്റ് റെസ്റ്റ് ചെയ്തോ, അപ്പത്തേക്ക് അടുത്ത ക്ലാസ്സിൽ കയറാം. ഇനി നമുക്ക് ടൈം ഒട്ടും കളയാനില്ല. നമുക്ക് വളരെ ഇനി കൗണ്ട് ഡൗൺ ആണ്. ഒരു മിനിറ്റ് പോലും നമുക്ക് കളയാനില്ല. അത്രയും ചാപ്റ്ററുകൾ നമുക്ക് വലിയ വലിയ ചാപ്റ്ററുകളാണ്, അത് കവർ ചെയ്ത് തീർക്കണം. ഇത് പറഞ്ഞാൽ ഒരുപാട് നിങ്ങൾക്ക് ഒരുമിച്ച് എടുക്കാനും പറ്റില്ല. അതുകൊണ്ട് നിങ്ങളെല്ലാവരും ശ്രദ്ധിച്ചിരിക്കുക. ഇത് വായിച്ചു നോക്കാം കേട്ടോ. ഇനിയിപ്പോ ഇവിടെ പ്രത്യേകം വായിപ്പിക്കുന്നൊന്നുമില്ല. നോട്ട് ചെയ്യാൻ പറയുന്നത് കൃത്യമായിട്ട് പറഞ്ഞു തരുന്നുണ്ട്. അത് കൃത്യമായിട്ട് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് എടുക്കുക. ഇമ്പോർട്ടന്റ് ആണെന്ന് പറയുന്നത് നോക്കുക. ഇന്ന് തന്നെ നിർബന്ധമായിട്ട് എല്ലാവരും ഒരു 10 മിനിറ്റ് എങ്കിലും നമ്മളൊന്ന് മാറ്റി വെക്കുക കേട്ടോ. എന്നിട്ട് ഇന്ന് തന്നെ ഒന്ന് വായിച്ചു വെക്കുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ലാസ്റ്റ് എത്തുമ്പോൾ ഭയങ്കര കൺഫ്യൂസ്ഡ് ആവും, ഭയങ്കര ടഫ് ആവും. ഇത്രയും പേജുകൾ വരുമ്പോൾ ഒരുമിച്ച് കാണുമ്പോൾ ഇതാവും. അതങ്ങനെയൊന്നും പാടില്ല. നിങ്ങൾ തന്നെ വായിച്ചു വെക്കുക. ഓക്കെ, അപ്പൊ മിസ്റ്റർ ഇപ്പൊ തന്നെ ജോയിൻ ചെയ്തു കേട്ടോ. ഓക്കെ, അതുകൊണ്ട് ഇനിയിപ്പോ ഞാൻ വായിപ്പിക്കുന്നില്ല. എല്ലാവർക്കും ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഓക്കെ, ബൈ. മിസ് വരൂ കേട്ടോ അപ്പൊ തന്നെ.